ഇരുമുന്നണികൾക്കും 7 വീതം സീറ്റുകൾ ലഭിച്ച രാജകുമാരി പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് സ്ഥാനം LDF-നും വൈസ് പ്രസിഡന്റ് സ്ഥാനം UDF-നും ലഭിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് തുല്യ വോട്ട് ലഭിച്ചതോടെയാണ് നറുക്കെടുപ്പ് നടത്തിയത്. പ്രസിഡന്റായി CPM അംഗം M. ഈശ്വരനും വൈസ് പ്രസിഡന്റായി കേരള കോൺഗ്രസിലെ മറിയം ജോയിയും തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് അംഗം പ്രദീപ് ശ്രീനിലയമായിരുന്നു UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. CPM അംഗം വിമല ദേവിയായിരുന്നു LDF-ന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം ഇതുവരെ 2 തവണ മാത്രമാണ് രാജകുമാരിയിൽ UDF-ന് ഭരണം ലഭിച്ചത്. എന്നാൽ ഈ 2 ഭരണസമിതികൾക്കും ഭരണകാലാവധി പൂർത്തിയാക്കാനായില്ല. ഞങ്ങളുടെ രാജകുമാരി പഞ്ചായത്തിൽ 14 വാർഡും മെമ്പർമാരും എല്ലാവരും ഒന്നിച്ച് ഈ രാജകുമാരിക്ക് ആവശ്യമുള്ള വികസനങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരും. അതുപോലെ തന്നെ ടൂറിസ്റ്റ് മേഖല അതിനും ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരും. എല്ലാ വിധത്തിലും ഞങ്ങൾ ഒന്നിച്ച് നിന്ന് ഈ രാജകുമാരി പഞ്ചായത്തിൽ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഈ രാജകുമാരി പഞ്ചായത്ത് തന്നെ നല്ല ഒരു പഞ്ചായത്തായിട്ട് ഞങ്ങൾ മാറ്റി അത് നല്ല രീതിക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തിരിക്കും. ഇത് ഇപ്പം പറയുന്നത് ഇത് നേരാണ്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും. 2 തവണയും UDF അംഗങ്ങൾ കൂറുമാറിയതിനാൽ ഭരണം LDF-ന് ലഭിച്ചു. അവസാനമായി 2015-ലാണ് UDF-ന് ഭരണം ലഭിച്ചത്. എന്നാൽ 2019-ൽ ഒരു കോൺഗ്രസ് അംഗം കൂറുമാറി LDF പിന്തുണയോടെ പ്രസിഡന്റായി. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops: കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.